ശിംഷയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസഹകാലം 5-ാം വാരം ശനിയാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ലോകം നിങ്ങളെ വെറുക്കും. ഇങ്ങനെയാണ് ഈ ഭാഗത്തിന് തലക്കെട്ട്. ഈ ഭാഗം ആരംഭിക്കുന്ന ആദ്യ വരി, ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അതെന്നെ വെറുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും. വളരെ മനോഹരമായൊരു വാക്യമാണിത്. വെറുക്കപ്പെടാൻ പോകുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈശോ പറയുന്ന വാക്യം. പക്ഷെ അതിനകത്ത് വലിയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ആനന്ദകരമായ പ്രത്യാശ നമുക്ക് കാണാൻ സാധിക്കും. ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ വെറുത്തു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതാണ് ഈ വാക്യം. നമ്മൾ ഈശോ ഇതിന് സമാനമായൊരു വാക്യം നമ്മൾ കുരിശിൻ്റെ വഴിക്ക് ചെല്ലുമ്പോൾ ഈശോയുടെ ആ കുരിശിന് ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഈശോ പറയുന്നൊരു വാക്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കുരിശിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തോട് എങ്ങനെയായിരിക്കും എന്ന് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈശോയോട് ചെയ്തെങ്കിൽ പിന്നെ നമ്മളോട് ചെയ്യാതിരിക്കൂ എന്നൊരു കാഴ്ചപ്പാടിലാണ് ആ വാക്യം അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: എന്നോടിത് ചെയ്തെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന നിന്നോടും ഇത് ചെയ്യും. അപ്പം അത് നമ്മൾ സാധാരണ പഴയ ഒരു തിയറിയൊക്കെ പറയാറുണ്ട്. ദ ഫ്രണ്ട് ഓഫ് മൈ എനിമി ഈസ് മൈ ദ ഫ്രണ്ട് ഓഫ് മൈ എനിമി ഈസ് ഓൾസോ മൈ എനിമി. ദ ഫ്രണ്ട് ഓഫ് മൈ എനിമി ഈസ് ഓൾസോ മൈ എനിമി. ഇപ്പോൾ അല്ലെങ്കിൽ തിരിച്ചും ആ വാക്യം പറയാറുണ്ട്. അതായത് എൻ്റെ സുഹൃത്ത്, എൻ്റെ ശത്രുവിൻ്റെ കൂട്ടുകാരൻ എൻ്റെയും ശത്രുവാണ്. എൻ്റെ ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രമാണ്. അതൊരു തിയറിയാണ്. അത് നമ്മളിങ്ങനെ രസകരമായിട്ട് പറയാൻ പറ്റുന്നൊരു വസ്തുത. നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. എന്താണെങ്കിലും നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ പൊതു ശത്രുക്കളൊക്കെ നമ്മുടെ ശത്രുക്കളായി മാറിയ സ്വാഭാവികമായിട്ടും നമ്മളൊരു ആശയത്തോട് ചേർന്ന് നിൽക്കും. ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരു പാർട്ടി മെമ്പറായിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പാർട്ടി, കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ BJP ഏതെങ്കിലും ഒരു പാർട്ടി മെമ്പറാണ് എന്നിരിക്കൽ നമ്മൾ ആ പാർട്ടിയുടെ ഭാഗമാണ് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം, ആ ലേബൽ നമുക്കുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളിങ്ങനെ വളരെ കാര്യമായിട്ട് ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നു, പ്രചരണങ്ങളിലൊക്കെ ഏർപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം നമ്മൾ വേറൊരു ഗണത്തിൻ്റെ പൊതുശത്രുവാണ്. നമ്മൾ വ്യക്തിപരമായി അയാളോട്, ഇപ്പോൾ ഞാൻ മുമ്പിൽ കാണുന്ന ഒരു മനുഷ്യൻ, അലക്സ് എന്ന് പറയുന്ന ഒരാൾ, ഈ അലക്സും ഞാനും തമ്മിൽ ഒരു പ്രശ്നമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഈ പ്രശ്നം എവിടുന്നുണ്ട്? പക്ഷേ അയാൾ എന്നെ ഭയങ്കര ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്, ഞാൻ തിരിച്ചും അങ്ങനെ ശത്രുവായിട്ട് കാണും. കാരണം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ആശയങ്ങൾ ശത്രുതയിലാണ് എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഈശോ സ്വർഗത്തിൻ്റേതാണ്. ഈ ലോകത്തിൻ്റേതായിട്ടുള്ള തിന്മകളോട്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മകളോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗസ്ഥനായ പിതാവിൻ്റെയും ആ ദൈവപുത്രൻ്റെയും പക്ഷം ചേർന്ന് നിൽക്കുന്നവരൊക്കെ ശത്രുക്കളാണ്. നമ്മളിത് വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഒരു ഓഫീസിൽ ജോലി കിട്ടി അവിടെ ജോലി ചെയ്യാണ്ട് കടന്നു ചെല്ലുമ്പോൾ ആ ഓഫീസിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണെന്നിരിക്കട്ടെ. അനീതിയും അഴിമതിയും അസത്യവും ഒക്കെ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അതിനിടയിൽ നിനക്കൊരു ഒരു ധാർമ്മിക ബോധമൊക്കെ ഉണ്ട്. നീ ഇങ്ങനെ സത്യത്തിൻ്റെ പക്ഷത്തെ നിൽക്കത്തുള്ളൂ, അനീതിയിൽ കൂട്ടുകൂടാനായിട്ട് താല്പര്യമില്ല, അഴിമതി കാണിക്കത്തില്ല, ഇതാണ് നിൻ്റെ നിലപാടെങ്കിൽ നീ സ്വർഗപക്ഷക്കാരനാണ്. മറ്റാ വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പക്ഷക്കാരാണ്. സ്വാഭാവികമായിട്ടും നീ തിന്മ ചെയ്യാത്തതിൻ്റെ പേരിൽ വെറുക്കപ്പെട്ടവരായി മാറും. അതാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്തുവിൻ്റെ കാലശേഷം ഈ കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ടും നേരിടാൻ പോകുന്നൊരു വലിയ പ്രശ്നം. തിന്മ ചെയ്യാത്തതിൻ്റെ പേരിൽ വെറുക്കപ്പെട്ടവരായി മാറും. നന്മ ചെയ്യുന്നതിൻ്റെ പേരിൽ വെറുക്കപ്പെട്ടവരായി മാറും എന്ന് പറയുന്നത് പോലെ അതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്നതാണ്. തിന്മ ചെയ്യാത്തതിൻ്റെ പേരിൽ വെറുക്കപ്പെട്ടവരായി മാറും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്മ ചെയ്യുന്നതിൻ്റെ പേരിലോ തിന്മ ചെയ്യാത്തതിൻ്റെ പേരിലോ നീ വെറുക്കപ്പെട്ടവനായി പരിഗണിക്കപ്പെടുന്നുവെങ്കിൽ അഭിമാനിക്കുക. കാരണം നീ ക്രിസ്തു പക്ഷത്താണ്. കാരണം ക്രിസ്തു അപ്രകാരം വെറുക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ വ്യക്തിപരമായി ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, ചില സാഹചര്യങ്ങളിൽ, ചില ഇടവകളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചില കമ്മിറ്റികൾ, ചില സംഘടനകളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ തെറ്റാണ്
ചെയ്യാൻ പറ്റത്തില്ല, അത് തിരുത്തണം, അല്ലെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കത്തില്ല, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ഈ ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന് തിന്മ ഉദ്ദേശിക്കുന്നൊരു കാര്യത്തിൽ കൂട്ടു നിൽക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു അഴിമതിക്ക്, ഒരു കയ്യെട്ട് വാരലിന് ഞാൻ കൂട്ടു നിൽക്കുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നതിനേക്കാൾ ഉപരി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായി ഞാനിത് വേണ്ട എന്ന് വെക്കേണ്ട ഉത്തരവാദിത്വം, ഒരു ധാർമ്മിക ബോധം എനിക്കുണ്ട്. അതിൻ്റെ വിശുദ്ധിയും വിശ്വാസത്തെയും സംബന്ധിക്കുന്നതാണ് എന്ന് ഉറച്ച നിലപാടോടുകൂടി ഞാൻ ഏറ്റുപറയുകയാണ്. ആ രീതിയിൽ ആ നിലപാട് നിലനിൽക്കുകയാണ് എങ്കിൽ നിശ്ചയമായും ഞാൻ വെറുക്കപ്പെട്ടവനായി മാറും. ഞാൻ പിന്നെ ആ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കൊള്ളരുതാത്തവനാണ്. സകല തിന്മകളും എനിക്കെതിരെ പറയാം. ഞാൻ പിന്നീട് വെറുക്കപ്പെട്ടവനായി നാട് കടത്തപ്പെടേണ്ടവനായി മാറുന്നു. ഇടവയ്ക്കിന് ഇതിൻ്റെ ആവശ്യമില്ല. ബഹുഭൂരിപക്ഷം വരുന്ന നല്ല മനുഷ്യനെ സ്നേഹിക്കുന്നു പറഞ്ഞാലും ആ ചെറിയ ഗുണം തിന്മയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെറുക്കപ്പെട്ടവനാണ്. അവരെന്നെ ആട്ടിപ്പായിക്കുക തന്നെ ചെയ്യും, ഉപദ്രവിക്കും, അല്ലെങ്കിൽ ഇല്ലായ്മകൾ പറഞ്ഞു വരുത്തും, അല്ലെങ്കിൽ ദ്രോഹിക്കും. അതാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നീ നന്മയുടെ പേരിൽ അഥവാ തിന്മ ചെയ്യാത്തതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും വെറുക്കപ്പെട്ടവനായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വെറുക്കപ്പെട്ടവനായിട്ടുണ്ട് എങ്കിൽ അഭിമാനിക്കുക. കാരണം നീ ക്രിസ്തുപക്ഷത്താണ്.